ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സൂര്യ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വീട്ടിലില്ല. അപ്പോൾ ഇതാണ് ഹോസ്റ്റലിലെ എൻ്റെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ വീട് കാണാം നമുക്ക്. ഹായ് ഗായ്സ്, അപ്പം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ്. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ വീഡിയോ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇന്ന് രാവിലെ സാറ്റർഡേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഓഫീസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് ബസ്സിൽ അനിയും കൊണ്ടിട്ടു, KSRTC സ്റ്റാൻഡിൽ കൊണ്ടിട്ടു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓഫീസെല്ലാം കഴിഞ്ഞ് കുറച്ച് ചെറിയൊരു വീഡിയോ എടുക്കാം, വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വെറുതെ കേട്ടോ, ടൈം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുക, അതാണല്ലോ എൻ്റെ മെയിൻ ഹോബി. അപ്പോൾ നമ്മുടെ പർപ്പസ് അതാണല്ലോ. അപ്പം ഇതാണ് ഹോസ്റ്റലിലെ റൂമും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കാട്ടുന്നത് എൻ്റെ റൂം മാത്രമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ഈ ബെഡിൽ, ഈ കട്ടിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കട്ടിലുള്ള ചേച്ചി പോയി. അപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ബെഡ് ഇപ്പോൾ ആരുമില്ല എന്നല്ല, പക്ഷെ ഒരു കുട്ടി എൻ്റെ ഓഫീസിൽ തന്നെ ഒരു കുട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റൂമിൽ 2 പേരും അങ്ങനെയാണ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള അവരെന്നെ തന്നിട്ടുള്ള ഒരു മേശയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണ്ട കാര്യങ്ങളും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ സ്നാക്സും കാര്യങ്ങളും അതൊക്കെയാണ്. പിന്നെ എന്താ വെച്ചാൽ ഓഫീസിൽ പോയി ഡ്രസ്സ് കഴുകിയിട്ടിരിക്കുകയാണ്. ഈ 2 മാത്രമേ എൻ്റെ ലോട്ട്, ഇതൊന്നും എൻ്റെ അല്ല. അടുത്ത റൂമിലൊരു ചെറിയ കുട്ടി വന്നിട്ടുണ്ട്, ഒരു അമ്മയും കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സുകളാണ്. ഇതാണ് നമ്മുടെ ബെഡ് കാര്യങ്ങളും ബാഗ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണ ബാഗ്, അത് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗ്. ഇതാ നമ്മൾ ഇവിടെയുള്ള. ഞാൻ കുറച്ച് ദൈവവിശ്വാസി, അല്പം എനിക്കിത്തിരി ദൈവവിശ്വാസം കൂടുതലായതുകൊണ്ട് ഞാനിത് എൻ്റെ കൃഷ്ണനെയും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്, പക്ഷേ ടേബിളിൽ വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നില്ല. എന്താ എനിക്ക് അതിൽ വെച്ചപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഗ്ലാസിൻ്റെ പുറത്ത് വെച്ച്, ഞാൻ ഗ്ലാസ് എന്തായാലും യൂസ് ചെയ്യില്ല, ചായയൊന്നും കുടിക്കില്ലല്ലോ. അമ്മയാണ് ഒരു ഗ്ലാസ് വെറുതെ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്നത്. പ്ലേറ്റ് ഇതെല്ലാം ടിഫിൻ ഓഫീസിൽ പോകുമ്പോൾ ഇതാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതവിടെ നമ്മുടെ ചാർജ്, ഞാൻ മെയിനായിട്ട് ഈ ബെഡിലേക്ക് വരാനുള്ള കാരണം തന്നെ ഇവിടെ കിടന്നിട്ട് ചാർജ് ചെയ്യുക. ഇവിടെ കുത്തുന്ന സാധനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ ബെഡിലാണ് ഇവിടെ നിന്ന് എണീറ്റ് അവിടെ പോയി കുത്തി പിന്നെ ഓഫ് ചെയ്ത് ആ കാര്യങ്ങളും ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എന്താ ഇതിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞില്ല, അമ്മയും കുട്ടിയും വന്നിട്ട് ആ ചേച്ചി ഡോർ തുറന്നപ്പോൾ അതാണ് ഞാൻ വീഡിയോ ഓഫാക്കി. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇതാകണ്ടോ, ചാർജറിൽ കുത്തിയിട്ട് നമുക്കിങ്ങനെ ഇവിടെ കിടന്ന് യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇതെന്ന് പറയുന്നത്. ഇവിടെ പിന്നെ വാഷ്റൂമാണ്. അപ്പോൾ അത് വാഷ്റൂമും അതിൻ്റെ ബക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത്രയും ദിവസത്തെ വീഡിയോ. പിന്നെന്താണ്, എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെയാണ്, എല്ലാവരും പുറത്തിറങ്ങുമ്പോൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.